നല്ല മഴയുള്ള സമയത്ത് നല്ല ചൂട് ചായയുടെ കൂടെ ചൂടോടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്കാണ് ഇന്നത്തെ റെസിപ്പി. അതിനായിട്ട് ഒരു 1/4 കിലോ എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കണേ. ഒരു 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പോളം കോൺഫ്ലോറും കൂടി ചേർക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. തീരെ അങ്ങ് ഡ്രൈ ആയിട്ടാണ് നിങ്ങൾക്കിത് ഇരിക്കണമെങ്കിൽ, കുഴയ്ക്കാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ ഒരല്പം ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ഈ ഒരു കൂട്ട് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പരന്ന പാനിൽ കുറച്ച് എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതുപോലെ ചിക്കൻ ഓരോന്നായിട്ട് ഇങ്ങനെ പെരക്കി ഇട്ട് കൊടുക്കാം. 2 പ്രാവശ്യമായിട്ടാണ് ഞാനതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഏകദേശം ഒരു 10 മിനിറ്റ് 2 സൈഡും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കഴിയുമ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടും. ഒരു 5 മിനിറ്റ് ഓരോ സൈഡും വീതം ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. തീ വല്ലാതെ കൂട്ടിയിടരുത്, ഉൾഭാഗം വേവാണ്ട് പെട്ടെന്ന് പുറമൊക്കെ അങ്ങ് കരിഞ്ഞു വരും. അതുപോലെ തന്നെ തീ വല്ലാതെ കുറച്ച് വിടേണ്ട, എണ്ണ വല്ലാതെ ചിക്കൻ കുടിക്കും. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറി നല്ല ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 2 കറിവേപ്പിൻ്റെലും കൂടിയിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി. നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് എണ്ണയൊന്ന് കോരി മാറ്റാം. ഈ ഒരു രീതിയിൽ അടുത്ത ഒരു സ്റ്റെപ്പും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ചിക്കൻ വെച്ചിട്ട് നല്ല ചൂടോടുകൂടി കഴിക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഒരു ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്